അയാളുടെ ഇടത് കാലം അനങ്ങിയത് നമ്മളെല്ലാരും പലപ്പോഴായിട്ട് കണ്ടതാ. എന്നിട്ട് അനങ്ങാത്ത പോലെ നടിക്കുക. അപ്പൊ അയാള് നടന്നു തുടങ്ങിയെങ്കിലോ? കണ്ണനും മഹാലക്ഷ്മിയും ഇല്ലാതാവുന്നതുവരെ എന്റെ ശ്രമം തുടരും. അതിനെ എന്നെ ആരും പിന്തിരിപ്പിക്കാൻ നോക്കണ്ട. അതിന്റെ ഇടയിൽ മരിക്കുന്നെങ്കിൽ ഞാനങ്ങ് മരിച്ചോട്ടെ. അവന് ഭ്രാന്ത് കയറിയെന്നാ തോന്നുന്നത്. കണ്ണനെ ജീവനോടെ കണ്ടിട്ട് ഇനിയിപ്പോ ഒന്നും പറയാൻ നിൽക്കണ്ട. പറഞ്ഞിട്ട് കാര്യമില്ല. മോഹിച്ചത് കിട്ടാതാവുമ്പോ എല്ലാവർക്കും സമനില തെറ്റും. കണ്ണേട്ടാ, ഉറങ്ങിയില്ലേ? ഉറക്കം വരുന്നില്ല. എനിക്കും അങ്ങനെ തന്നെയാ. നാളത്തെ യാത്രയെക്കുറിച്ചാണോ കണ്ണേട്ടൻ ഓർത്തു കിടക്കുന്നത്? അതെന്റെ മനസ്സിലുണ്ട്. എല്ലാ അർത്ഥത്തിലും നാളെയാണ് നമ്മൾ ജീവിതം തുടങ്ങുന്നത്. അനന്ത റൂമൊക്കെ ബുക്ക് ചെയ്തിരിക്കുന്നത്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു യാത്രയായിരിക്കും നാളത്തെ നമ്മുടേത്. ഒരുപാടൊന്നും സന്തോഷിക്കണ്ട. കണ്ണേട്ടന്റെ എല്ലാ വൈകല്യങ്ങളും മാറിയത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആനന്ദമാ. അതിനപ്പുറം ഇനി എനിക്ക് ഒരു സന്തോഷവും ഇല്ല. ആര് പറഞ്ഞു സന്തോഷമില്ലാന്ന്? നല്ലൊരു ദാമ്പത്യം, അതിനിടയിൽ നമുക്കിടയിലേക്ക് വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ, ഇതൊക്കെ താൻ സ്വപ്നം കണ്ടതല്ലേ? ആ സ്വപ്നം നടക്കും. കാരണം പ്രവചനങ്ങൾ നടത്തിയത് പറയുന്നതൊക്കെ സത്യാവുന്ന ഒരമ്മയാ. അമ്മയാകാൻ അർഹതയില്ലാത്തവൾക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. ഇനി അവൾക്ക് മുന്നേ ഒരുപക്ഷെ അമ്മയാവുന്നത് താനായിരിക്കും. അങ്ങനെയുള്ള മത്സരമൊന്നും എനിക്കില്ല കണ്ണേട്ടാ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ കിട്ടിയതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ കാര്യങ്ങളാ. സഹതാപം കൊണ്ടാ ഞാൻ കണ്ണേട്ടന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അന്ന് ഇങ്ങനൊരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ആദ്യം മഹി, തൊട്ടു പിന്നാലെ തോമസാറും മാർക്കോയും ഒക്കെ അപ്രതീക്ഷിതമായിട്ടാ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. 20 വർഷം ഞാൻ അനുഭവിച്ച വേദനയ്ക്ക്, നിരാശയ്ക്ക് ദൈവം കടം വീട്ടി. ഇതിനെയൊക്കെ ഞാൻ അങ്ങനെയാ നോക്കിക്കാണുന്നേ. മണിയായപ്പോ തന്നെ ഇവൾ എഴുന്നേറ്റ് ഹാളിൽ വന്നു. 7 മണിയാകാതെ ഇവൾ എഴുന്നേക്കത്തില്ലല്ലോ.
നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഇന്നലെ നീ മുറിയിലേക്ക് പോയില്ലേ? ഇപ്പൊ ഞാനിങ്ങോട്ട് വരുമ്പോ ഹോളിൽ കിടന്ന് ഉറങ്ങുമായിരുന്നല്ലോ. എവിടെ ഇരുന്ന് ഉറങ്ങിയാലും നിനക്കെന്താ? എന്റെ ഉറക്കം ശല്യം ചെയ്യാനാണോ നീ ആദ്യം രാവിലെ എഴുന്നേറ്റത്? ഞാൻ ഇപ്പൊ എഴുന്നേക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാ. അല്ലെങ്കിലും ഞാൻ ഈ സമയത്ത് എഴുന്നേക്കാറുണ്ടല്ലോ. ഓ, ഇത് നിന്റെ വീടാണല്ലോ, അതുകൊണ്ട് നിനക്ക് തോന്നുമ്പോ എഴുന്നേക്കാം, ഉറങ്ങാം. എനിക്കേ നിന്നോട് സംസാരിക്കാനൊന്നും സമയമില്ല. കണ്ണേട്ടന് രാവിലെ ചായ കൊടുക്കണം. നിനക്ക് വേണമെങ്കിൽ നിനക്കും തരാം. എനിക്ക് നിന്റെ ചായ ഒന്നും വേണ്ട. അത് നീയും നിന്റെ ഭർത്താവും കൂടി കുടിച്ചാ മതി. ഒന്ന് മയങ്ങി വന്നപ്പോ അടുക്കളയിൽ വന്നവള് ശബ്ദം ഉണ്ടാക്കി എന്റെ ഉറക്കം കളയാനായിട്ട്. കല്യാണത്തിന് മുൻപ് എന്റെ വീട്ടിൽ വെച്ചാണ് നീ ഇത് ചെയ്തതെങ്കില് എന്ത് സംഭവിക്കായിരുന്നു എന്ന് നിനക്കറിയാലോ. എങ്കിലിപ്പോ തിളപ്പിക്കുന്ന ആ ചൂട് പാലുണ്ടല്ലോ, നിന്റെ മുഖത്ത് വീണേനെ. മുമ്പ് അങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടിനാ ഇന്ന് എനിക്കിങ്ങനെ നല്ലൊരു ജീവിതം കിട്ടിയത്. അതിലെനിക്ക് അഹങ്കാരമൊന്നുമില്ല. എന്റെ കണ്ണേട്ടനൊത്ത് ആപത്തൊന്നും കൂടാതെ ജീവിക്കണം എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. വെളുപ്പാങ്കാലത്ത് ഞാനൊരു സ്വപ്നം കണ്ടായിരുന്നു. അയാൾ എഴുന്നേറ്റ് നടക്കുന്നതായിട്ട്. വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നങ്ങള് വലിക്കുന്ന പറയുന്നത്. ഇനി അയാൾ നടന്നു തുടങ്ങിയോ?
എന്താ? ഒന്നുമില്ല. പിന്നെന്തിനാ ഒരു മുന്നറിയിപ്പില്ല ഇതിനകത്തേക്ക് വന്നേ? ഡോറ് ചെറുതായിട്ട് തുറന്നു കിടക്കുന്ന കണ്ടായിരുന്നു. നോക്കിയപ്പോ വീൽ ചെയർ മാത്രമേ ഉള്ളൂ, ബെഡിൽ ആളുമില്ല. പിന്നെ എവിടെ പോയിന്ന് നോക്കിയതാ. ഡോറൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. നീ മനഃപൂർവ്വം തള്ളി തുറന്നതല്ലേ? ഞാനാണെങ്കിൽ പെട്ടെന്നൊന്ന് വീണും പോയി. മഹി എവിടെ? എനിക്കൊന്നും അറിയത്തില്ല. ഈ ജന്മം അയാൾ ഇരുന്ന് നേരങ്ങത്തേ ഉള്ളൂ. അയ്യോ, എന്തുറ്റി? ഡോറടിച്ച് കുറ്റിയിട്. എന്തിനു താനിപ്പോ ചായ ഉണ്ടാക്കാനായിട്ട് പോയത്? ഒരു ഗ്ലാസ് ചായ തരാന്ന് വിചാരിച്ചു. എന്തുറ്റി കണ്ണേട്ടാ? അവള് ഡോറ് തുറന്നു നോക്കി. വീൽ ചെയറിലും ഞാനല്ല, ബെഡിലും ഇല്ല. ആ സമയത്ത് ഞാനിങ്ങനെ വീണ് കിടന്നു. അത് ഭാഗ്യായി. അവൾക്ക് സംശയം തോന്നിയിട്ടില്ല. അതിരാവിലെ പോകണ്ടേ കണ്ണേട്ടാ? അതിനു മുമ്പ് ഒരു ഗ്ലാസ് ചായ തരാന്ന് കരുതി അടുക്കളയിലേക്ക് പോയത്. രാവിലെ ചെല്ലുമ്പോ ലേഖ എന്തായാലും ചായ ഇട്ട് തരുമല്ലോ. പിന്നെന്തിനാ താൻ ചായ ഇടാൻ പോയത്? നമുക്കുടനെ പുറപ്പെടണ്ടേ? എന്റെ കുളിയൊക്കെ കഴിഞ്ഞു. ഇനി കണ്ണേട്ടൻ കുളിച്ചാ മതി. ഇന്നത്തോടെ എല്ലാം പൊളിയേണ്ടതാ. തലനാരിഴയ്ക്കാ അപകടം ഒഴിവായി പോയത്. അല്ല, അവൾ ഈ സമയത്തൊന്നും എഴുന്നേക്കുന്നല്ലോ. പിന്നെന്താ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? ഞാൻ താഴോട്ട് ചെല്ലുമ്പോ അവൾ ഹോളിൽ കിടന്ന് ഉറങ്ങായിരുന്നു കണ്ണേട്ടാ. ഇന്നലെ അവള് മുറിയിലോട്ടൊന്നും പോയില്ലെന്നാ തോന്നുന്നേ. ഞാൻ തിരിച്ചു വന്നതിന്റെ ദേഷ്യം അവള് മിക്കവാറും ഉണ്ണിയോട് കാണിച്ചു കാണും. അവക്കൊന്നും സഹിക്കാൻ പറ്റിയിട്ടില്ല. അതിന്റെ ദേഷ്യമായി കാണിക്കുന്നതൊക്കെ. അടുക്കളയിൽ ഞാൻ ചായ തിളപ്പിച്ചോണ്ട് നിന്നപ്പോ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ആ സമയത്ത് ബാധ കയറിയതുപോലെ അവൾ എന്നെ നോക്കിക്കൊണ്ടിരുന്നത്, ഒരുമാതിരി പിശാചിനെ പോലെ. നമ്മുടെ പുക കാണാതെ ഈ വീട്ടിലുള്ളവർക്കൊന്നും സമാധാനം ആവില്ല മഹി. താൻ പറയുകയാണെങ്കിൽ അവളെ കൊണ്ട് മാറി താമസിക്കാൻ ഉണ്ണിയോട് ഞാൻ പറയാം. തൽക്കാലം അത് വേണ്ട കണ്ണേട്ടാ. ഇനി അവളെ ഇറക്കി വിട്ടു എന്നുള്ള പേര് നമ്മൾ വെറുതെ സമ്പാദിക്കണ്ട. ഇപ്പൊ ഞാൻ ഈ കുടിക്കുന്ന ചായ ഉണ്ടല്ലോ, ഇതുപോലും വിശ്വസിച്ച് കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാ. പാലിനകത്തൊക്കെ എന്തെങ്കിലും കലർത്തിയിട്ടുണ്ടോ എന്ന് ആർക്കറിയാം? അങ്ങനെ ഒരു പേടി വേണ്ട. കവർപ്പാലായിരുന്നു ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തത്. അതിനകത്ത് ഏതായാലും ഒന്നും കലർത്താൻ സാധ്യതയില്ല. കണ്ണേട്ടൻ പെട്ടെന്ന് കുടിച്ചിട്ട് റെഡിയാവും നോക്ക്. മോളെ, ചായ എടുക്കട്ടെ? വേണ്ട അമ്മേ, എനിക്കൊന്നും കഴിക്കാനും കുടിക്കാനും തോന്നുന്നില്ല. എനിക്കും അങ്ങനെ തന്നെയാ. അടുക്കളയിൽ കേറാനേ തോന്നുന്നില്ല. ഇതുപോലൊരു തിരിച്ചടി സ്വപ്നത്തെ പോലും പ്രതീക്ഷിച്ചില്ല. ആ അയ്യപ്പ വിഗ്രഹം കയ്യിലുള്ളിടത്തോളം കാലം ലക്ഷ്മിയെയും അവളുടെ കണ്ണനെയും ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ഉറപ്പായി അമ്മേ. ആ വിഗ്രഹമാണെങ്കിൽ കൊണ്ടുപോയി കളയാനും പറ്റാത്ത അവസ്ഥയായി. അതെവിടെ കൊണ്ടിട്ടാലും പോയതിനേക്കാളും സ്പീഡിലാ തിരിച്ചു വരുന്നത്. മോളെ, എനിക്കിപ്പോ പൂജാമുറിയിൽ കേറാൻ പോലും പേടിയാ. പൂജാമുറിയിൽ കേറി നിൽക്കുമ്പോഴേ ആ വിഗ്രഹത്തിന് ജീവനുണ്ടെന്ന് തോന്നുവാ. അവള് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ജീവൻ വയ്പ്പിച്ചു കാണൂ അമ്മേ.
എങ്ങോട്ടാ രാവിലെ? ഞങ്ങളൊരു യാത്ര പോവുക. അനന്തവും ലേഖയും കൂടെ യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓ, ഇനിയൊരു 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും. ഹ, ഇത് നിന്റെ അനന്തുവിന്റെയും തീരുമാനം അല്ലാന്ന് ഞങ്ങൾക്കറിയാം. ഇവളായിരിക്കും ഇതിന് പിന്നില്. ഹ്, ഇവിടെ ഉണ്ണി കരുണമുളയും കൊണ്ട് എങ്ങോട്ടും പോകുന്നില്ലല്ലോ. അത് മനസ്സിലാക്കിയിട്ട് നിന്നെയും കൊണ്ട് ഇവിടെ ലോകം ചുറ്റാൻ പോവാ, മോളെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട്. അങ്ങനെയെങ്കിൽ ഞാനത് തിരുത്താനൊന്നും പോകുന്നില്ല. എന്നും വീടും ബിസിനസ്സായിട്ട് കഴിയല്ലേ ഇയാള്. അങ്ങനെയുള്ളപ്പോ ഇടയ്ക്ക് ഇതുപോലുള്ള സന്തോഷവും കിട്ടട്ടെ ഇയാൾക്ക്. സന്തോഷിക്ക് സന്തോഷിക്ക്, ഇഷ്ടം പോലെ കാശുണ്ട്. അത് അനുഭവിക്കാനാണെങ്കിൽ ആരും ഇല്ലതാനും. അപ്പൊ പിന്നെ ഉള്ളതെല്ലാം പൊട്ടിച്ചൂടെ? അങ്ങനെ പൈസ ധൂർത്തടിക്കുന്ന സ്വഭാവമൊന്നും എനിക്കില്ല. ഇയാൾ ഇവിടെ വരുന്നതിന് മുമ്പ് ഇഷ്ടം പോലെ ദൂർത്തടിച്ചിട്ടുണ്ട് അമ്മയും മക്കളും. ആന കരിമ്പിൻ തോട്ടത്തിൽ കയറുന്ന പോലെയാ എല്ലാവരുടെ ടെക്സ്റ്റൈൽസിലൊക്കെ കയറിയിരുന്നത്. വാങ്ങാൻ അമ്മയും മക്കളും, ബില്ലടയ്ക്കാൻ ഞാനും. അതിലൊന്നും എനിക്ക് പരാതിയില്ല. ഇനിയും നിങ്ങൾക്കൊക്കെ വേണ്ടി ജീവിക്കുന്നതാ എനിക്ക് സന്തോഷം. പണം മുടക്കാനും മടിയില്ല. പക്ഷെ എല്ലാം കഴിഞ്ഞ ശേഷം തിരിഞ്ഞൊന്ന് കൊത്തരുത്. മഞ്ജുവിന്റെ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. സ്വന്തം പേരക്കുട്ടിയെ കൊല്ലാൻ ഏതൊരു അമ്മൂമ്മയ്ക്കും കഴിയോ? അതിനുള്ള മനസ്സുണ്ടാവോ? ദേ കണ്ണാ, നീ അറിയാത്തേം കേൾക്കാത്തേം കാര്യം പറയല്ലേ. ഇവള് മഞ്ജുവിനൊപ്പം പോയ ശേഷമാ മഞ്ജുവിന്റെ കുഞ്ഞു പോയത്. അല്ല, അന്ന് മഞ്ജുവിനറിയാം. ഇവിടുത്തെ ചായ കുടിച്ച ശേഷം മഞ്ജുവിന് അസ്വസ്ഥത ഉണ്ടായത്. അയ്യോ, നീ ചെയ്ത തെറ്റ് ഇനി അമ്മയുടെ തലയിൽ കെട്ടിവെക്കാനൊന്നും ശ്രമിക്കണ്ട. തെളിവുകൾ നിർത്താൻ ഇത് കോടതിയല്ല, എന്റെ വീടാണ്. ഈ വീട്ടിനകത്തുള്ളവരുടെ സ്വഭാവം എനിക്ക് മനപ്പാടമായതുകൊണ്ട് ആരും ഇനി തെറ്റ് സമർത്ഥിക്കാൻ നോക്കണ്ട. സാഗറിന്റെ കുഞ്ഞിനെ താലോലിക്കാൻ അമ്മയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാ ആ കുഞ്ഞിനെ ഒഴിവാക്കാൻ നോക്കിയത്. അതാണ് സത്യം. എന്ത് സത്യം? എന്റെ മോളുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടെന്നറിഞ്ഞിട്ടേ സത്യം പറഞ്ഞ അന്നത്തെ ദിവസം എനിക്ക് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റിയിട്ടില്ല. അതിന്റെ ക്ഷീണം അമ്മയുടെ മുഖത്ത് കാണാനുമുണ്ട്. അമ്മയ്ക്കും ഇവൾക്കും എന്തെങ്കിലും തളർച്ചയുണ്ടെങ്കിൽ അതിന്റെ കാരണം ആ കുഞ്ഞു പോയതല്ല, ഞാൻ മടങ്ങി വന്നതാ. ഞാനും മാർക്കോയും സാഗറും ഒക്കെ പരലോകത്ത് വിശ്രമിക്കുകയാണെന്ന് 100% ഉറപ്പിച്ച ഘട്ടത്തിലാ ഞങ്ങൾ തിരിച്ചു വന്നത്. ആ ഷോക്കീന്ന് ഇപ്പോഴും അമ്മയും അമ്മയുടെയും മരുമകളും മുക്തരായിട്ടില്ലെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാ ഞങ്ങളിപ്പോ സംസാരിക്കുന്നത്. അമ്മയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടപ്പോ നീ അനുഭവിച്ച വേദന എത്രയാണെന്ന് നിനക്കറിയാലോ കരുണേ. അങ്ങനെയുള്ള നിനക്ക് ഒരു അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കൊല്ലാൻ പറ്റുമോ? അതിന് കൂട്ടു നിൽക്കാൻ പറ്റുമോ? നിർത്ത്. ഞാൻ ഇതിൽ പ്രതിയല്ല. നീയും പ്രതിയാണ്, ഇവരും പ്രതിയാ. പിന്നെ കൂടുതൽ ശബ്ദം ഉയർത്തണ്ട. അങ്ങനെ ശബ്ദം ഉയർത്തിയാൽ കൊലയാളിയുടെ മനസ്സുമായിട്ട് കുടുംബത്ത് കടിച്ചു തൂങ്ങുന്നവരെ തൂത്തെറിയും ഞാൻ. എല്ലാവരും വെളിയിലാക്കിയിട്ട് ഇയാളെ കൊണ്ട് ചാണകവെള്ളം തെളിയിക്കും. അതിനുള്ള അവസരം ഉണ്ടാക്കാതിരുന്ന എല്ലാവർക്കും കൊള്ളാം. ഇതൊക്കെ കേട്ടിട്ട് ഞാൻ ഇങ്ങനെയമ്മ ഇതിനകത്ത് ജീവിക്കുന്നേ? അയാള് വലിഞ്ഞു കയറി വന്നവരെ ആട്ടുന്ന പോലെയല്ലേ എന്നെ ആട്ടിയത്? മോളെ, നീ ഒന്ന് ക്ഷമിക്ക്. എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. ഈ ദേഷ്യം എനിക്ക് എങ്ങനെയെങ്കിലും തീർത്തേ പറ്റൂ. ഹ, അതെങ്ങനെ തീർക്കാനാ മോളെ ഇപ്പോ? അത് തീർക്കാൻ മുകളിലൊരാളുണ്ടല്ലോ, അമ്മയുടെ മോൻ. അയാളുടെ മുഖത്ത് ആട്ടുമ്പോ എനിക്കിത്തിരി ആശ്വാസം കിട്ടും. ഭർത്താവിന് കഴിവില്ലാതായി പോയാലേ ദേ ഇപ്പൊരുത്തം പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ?
അത്തരം സംസാരങ്ങളിലൊക്കെ സാക്ഷിയാകേണ്ടി വരും. അതൊക്കെ കേൾക്കേണ്ടി വരും. ഗതികേടാ, സമയദോഷം. നാളെ നമുക്കൊരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ ഇതായിരിക്കും അനുഭവം. അത് മനസ്സിലുണ്ടാവണം. അത് പിന്നെ എനിക്കറിയില്ലേ കണ്ണേട്ടാ. അതുപോലെ തന്നെ മഞ്ജുവിനോടും പറയണം. അവള് വിശേഷം അറിയിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും അമ്മയും കരുണയൊക്കെ കൊടുക്കുന്ന ഒരു ഭക്ഷണവും കഴിക്കരുതെന്ന്. അതിപ്പോ പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ, അവക്കതറിയാലോ. അതിനുവേണ്ടി തന്നെയാ മാർക്കോ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. അതുകൊണ്ട് എന്റെ അമ്മയും കരുണയൊക്കെ എന്തൊക്കെ ചെയ്യുമെന്ന് ഇപ്പൊ മനസ്സിലായി.